കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട, എന്നാലോ കലോത്സവത്തിനെത്തിയവർക്ക് യാത്രാ കാശും വേണ്ട. കലാഹൃദയങ്ങളെ കലയരങ്ങുകളിലേക്ക് സൗജന്യമായി എത്തിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടം ഓട്ടോറിക്ഷ തൊഴിലാളികൾ. തികച്ചും സൗജന്യം തന്നെയാണ് യാത്ര. പക്ഷേ കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ തങ്ങളുടെ ഓട്ടോകളിൽ സൗജന്യ യാത്ര അനുവദിക്കുകയുള്ളൂ എന്നാണ് ഈ തൊഴിലാളികൾ പറഞ്ഞത്. എൻ്റെ പേര് പുഷ്പനാണ്. ഞങ്ങൾ CI2-ൻ്റെ AITUC-യുടെ 25 വണ്ടി ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. നമുക്ക് 4 ദിവസവും 5 ദിവസവും ഞങ്ങൾ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ടാണ് ഓടുന്നത്. ഞങ്ങൾ രാവിലെ 8 തൊട്ട് രാത്രി 8 മണി വരെ ഓടുന്നുണ്ട്. എല്ലാം നല്ല രീതിയിലുള്ള രീതിയാണ്. നമുക്കിനി 13 കൊല്ലം കഴിഞ്ഞ് ഇതിവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇതിനകത്ത് എല്ലാത്തിനും ഞങ്ങൾ പങ്കാളികളാണ്. കുട്ടികൾ ഒരാളുണ്ടെങ്കിൽ ഓടത്തോളൂ. എല്ലാ ഓട്ടോ ഇവിടെ 25 അടുത്തുണ്ട്. 25 അടുത്തും ഞങ്ങൾ ഓട്ടം പോകുന്നുണ്ട്. 24 ഇടമുണ്ട്. 24 അടുത്തും ഞങ്ങൾ ഓട്ടം പോകുന്നുണ്ട്. അപ്പോൾ ഇതേവരേക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രാവിലെ 8 തൊട്ട് രാത്രി 8 വരെയാണ് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മളുമായിട്ട് നല്ല സഹകരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിലാണ്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലേക്കായി പോയി വരികയാണ്. രാവിലെ ഭക്ഷണശാലയിൽ നിന്ന് കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുന്നതും അവരെ തിരികെ കൊണ്ടാക്കുന്നതും അവരെ തിരികെ വേദികളിലേക്ക് കൊണ്ടുപോകുന്നതും അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടി കാത്തു കിടക്കുകയാണ്. അല്ലാതെ ഞങ്ങളുടെ സ്റ്റാൻഡല്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് ഓരോരോ സ്റ്റാൻഡുകളാണ്. അതെ, ഞങ്ങളുടെ എല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങൾ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഫ്രീ സർവീസാണ് നടത്തുന്നത്. ഒരാളുടെ നിന്ന് പോലും പണം വാങ്ങാതെ. കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാട്ടിലേക്ക് വന്നു പോകുന്ന കുട്ടികൾ നാളെ ഒരു കാലത്ത് അവർ ഓർക്കണം. ആ രീതിയിലുള്ളൊരു സേവനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവരോട് തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. അവർക്ക് ഒരു വേദിയിൽ നിന്ന് ഒരു വേദിയിലേക്ക് പോകാനോ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വേദിയിലേക്ക് പോകുന്നതിനോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും അഹോരാത്രം കഷ്ടപ്പെടുകയാണ്. എൻ്റെ പേര് സുമിത്ര. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഓടുന്നതാണ്. അപ്പോൾ ഈ ഒരു സംരംഭം ഇഷ്ടപ്പെട്ട് ഞാൻ യോജിച്ച് പോവുകയാണ്. കുട്ടികളെ കൊണ്ടുപോവുകയും വേദിയിൽ നിന്ന് വേദിയിലേക്ക് കൊണ്ടുപോകുന്നു. പല ജില്ലകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവരെ നമ്മൾ അതാത് വേദികളിൽ എത്തിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം. അവരും പറയുന്നു, അയ്യോ ഇത് നല്ല കാര്യമാണ്, ഞങ്ങൾക്കും പല സ്കൂളുകൾ അറിയാൻ പറ്റാത്ത ഓരോരുത്തരും വരുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഒരു കേടുമില്ലാതെ അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. എൻ്റെ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇല്ല, അല്ലാതെയൊക്കെ വെറുതെ കയറും. ഇല്ല. റെയിൽവേ സ്റ്റേഷനിലെ കൺവീനറാണ് അനിൽകുമാർ. അപ്പം ഇവിടെ ഇങ്ങനൊരു സംവിധാനം കൊടുക്കാറും 13 വർഷം കൂടെ ഇവിടെ വന്ന്. അപ്പം പൊതുവേ ഞങ്ങൾ ട്രേഡ് യൂണിയനുകളെല്ലാം കൂടെ വിചാരിച്ച് ഇങ്ങനൊരു സംഭവം കൊടുത്താൽ
നമുക്ക് ഒരു നല്ലൊരു കാര്യം. കുട്ടികളൊക്കെ വരുന്നില്ലേ പല സ്ഥലങ്ങളിലും, കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എന്തിനായിട്ട് തുടക്കമായിട്ടാണ് ഞങ്ങൾ 10-25 വണ്ടികൾ CITയും AITCയും കൂടെ ചേർന്ന് ഞങ്ങളിവിടെ ഓടുന്നത്. പാട്ടൊന്നും പാടുന്നില്ല, അല്ലല്ല, കലാകാരനല്ല. നല്ല പാട്ട് പാടും. അപ്പം ഈ നമ്മളിപ്പം മെനങ്ങാൻ തൊട്ട് തുടങ്ങിയതാണ് ഇവിടെ. അപ്പോൾ രാവിലെ 8 മണി തൊട്ട് കറക്റ്റ് വൈകുന്നേരം രാത്രി 8 മണി വരെ നമ്മളിവിടെ കണ്ടിന്യൂ ആയിട്ട് കാണും. ഞങ്ങളിത് വരുന്നവരെ പലരും പൈസ എടുത്ത് തരുന്നവരുണ്ട്, ആരെയും 10 പൈസ വാങ്ങിക്കത്തില്ല. ഭരതനാട്യം. ഈ ഓട്ടോ കയറിയ വല്ലതും അറിയാമോ? ഇത് ഫ്രീ ഓട്ടോ. ആ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേജ് 3 സ്റ്റേജ് 3. ഞാൻ പാലക്കാട് GHSS കൊടുവായി 8th. അദ്വൈത്. ആ രമേഷ് കുമാർ. ഇത് പറയുകയാണെങ്കിൽ ഫ്രീ ഓട്ടോ വലിയൊരു സൗകര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അന്വേഷിച്ചു പോകേണ്ട വേറെ ഒരു കാര്യമില്ല. ഇവരടുത്ത് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് ഇറക്കും, പിന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരും. അത് വലിയൊരു സൗകര്യമാണ്. കലോത്സവത്തിനെത്തുന്നവരെ വേദികളിൽ കൊണ്ടുവിടുക മാത്രമല്ല, മത്സരം കഴിഞ്ഞ വിദ്യാർത്ഥികളെ ഭക്ഷണശാലയിലും ഇവർ എത്തിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം എത്തിയ കലോത്സവത്തെ വളരെ ആഘോഷപൂർവ്വമാണ് ഇവർ സ്വീകരിച്ചത്. പുരുഷന്മാർ മാത്രമല്ല, വനിതാ ഡ്രൈവർമാരും സൗജന്യ യാത്രാ സേവനം നൽകുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ വിവിധ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഓടുന്നവരാണ് ഇവിടെയുള്ളവർ. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സൗജന്യ യാത്ര നൽകുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇവർ പറഞ്ഞു. കലാമാമാങ്കം അവസാനിക്കാൻ 2 ദിനം അവശേഷിക്കെ ആദ്യ ദിവസം മുതൽ മുച്ചക്രവാഹനം സൗജന്യമായി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഈ സേവനം പ്രശംസനീയമാണ്. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.